അസ്സലാമു അലൈക്കും. പിന്നെ മോൻ്റെ കല്യാണമൊക്കെ ആയി വരികയാണ്. അപ്പം മോന്റെ കല്യാണം ആയിട്ടുണ്ട്, ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നിശ്ചയങ്ങളൊന്നും നടത്താൻ ഇവിടെ എന്താ പറയാ, അത് ഡേറ്റ് കറക്റ്റ് പറയാത്തതിന്റെ കാരണം എന്താ അറിയോ, നമ്മൾ നിശ്ചയം നടത്തുന്നില്ല. കാരണം നിശ്ചയം നടത്താൻ പറ്റില്ല, കാരണം ഓളെ വീട്ടിലെല്ലാവരും ഏകദേശം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ദുബായിലുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ വിളിക്കാനും ആളില്ല, അങ്ങോട്ടും സംസാരിക്കാം. പിന്നെ ഞങ്ങൾ രണ്ടാളും ഫോൺ ചെയ്തുള്ള സംസാരത്തിലാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഏത് ചിങ്കുവിൻ്റെ വാപ്പയും ഞാനും കൂടെ. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഏകദേശം ധാരണ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിലൊക്കെ പറയണം, നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ പറയാനുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളും നമ്മളൊക്കെ ഫാമിലി ഗ്രൂപ്പ് തന്നെയാണ്, അപ്പം നിങ്ങളോടും പറയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനിച്ചത്. പിന്നെ ജൂലൈ 28 നിക്കാഹ്, അതായത് പിന്നെ കൊടുങ്ങല്ലൂർ അവളെ വീട്ടിൽ വെച്ചിട്ട്, പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നിക്കാഹ്. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഓഗസ്റ്റ് 4 നമ്മളെ കൽപ്പറ്റ ഹാളിൽ വെച്ചിട്ട് റിസപ്ഷനും. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മക്കൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, ഓലോട് ആദ്യം ഒന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ ഫാമിലി വലിയ നമ്മളെ 2 ഫാമിലി ഉണ്ട്. യൂട്യൂബ് ഫാമിലി, ഒന്ന് യാസീൻ വ്ലോഗ് ഫാമിലിയും, ഒന്ന് യാസീൻ വ്ലോഗ് ഫസ്റ്റ്. ഓനാണ് ആദ്യം അതിലിറങ്ങിയത്, പിന്നെയാണ് യാസീൻ വ്ലോഗ് ഫാമിലി ഉണ്ടായത്. അപ്പോൾ നമ്മള് സോഡാസ് ഫാമിലിയിലും പറയും, കുടുംബ ഫാമിലി ഉണ്ട്. നമ്മള് ഞാൻ എന്തെങ്കിലും പറയാം. അതായത് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എൻ്റെ. അപ്പം ഞാൻ തന്നെ എന്നെ ഇങ്ങനെ പൊക്കി പറയണ്ടല്ലോ ചേട്ടാ, ഇവരോട് പറയാൻ പറഞ്ഞത് കാര്യങ്ങൾ. അപ്പോൾ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം നിക്കാഹാണ്. നിക്കാഹ് ജൂലൈ ഈ കൊല്ലം 2024 ജൂലൈ 28 പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ജൂലൈ 28 രാവിലെ ആയിരിക്കും. ടൈമും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആണ് ഇവിടെ റിസപ്ഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർ എത്തണമെങ്കിൽ ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ അവിടെ പോയി അവിടുന്ന് തിരിച്ച് വന്ന് ഇവിടെ പരിപാടി നടത്തി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ലീവുള്ള ദിവസം സൺഡേ, അടുത്ത ലീവുള്ള ദിവസം അടുത്ത സൺഡേ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കുടുംബക്കാർക്കൊക്കെ അറിയാം, നമ്മളെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല. ഒന്ന് വാപ്പ എല്ലാവരോടും പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റിന് വേറെ ഏതെങ്കിലും കല്യാണമൊക്കെ കുടുംബത്തിൽ ആരും സെറ്റാക്കണ്ടല്ലോ. അപ്പൊ ഇന്നിപ്പോ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ വാപ്പ കമോൺ. ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞോളാം. പറഞ്ഞോളി, എല്ലാരും കൂടി കാണട്ടെ. ഇന്ന് എല്ലാരെയും റിവീൽ ചെയ്യാണല്ലോ. ഇതാ മൈക്ക്. ഡേറ്റ് മാറിക്കൊണ്ടേക്കേ. ഡേറ്റ് ഒന്നും മാറൂല, ഇനി മാറൂല. കല്ല് കൊത്തി ഡേറ്റ് ജൂലൈ 28, മറ്റേത് ഓഗസ്റ്റ് 4. അസ്സലാമു അലൈക്കും. സോഡാസ് ഗ്രൂപ്പിലെ എല്ലാവരും അറിയുന്നതിന് വേണ്ടി, പിന്നെ യാസീൻ്റെ കല്യാണം, അതായത് കുഞ്ഞാവ യാസീൻ്റെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം അപ്പോൾ ജൂലൈ 28 നിക്കാഹ് തീരുമാനിച്ചിട്ടുള്ളത്. അത് അവിടെ വെച്ചിട്ടാണ്, കൊടുങ്ങല്ലൂർ അവളെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാഹ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പിറ്റത്തെ ആഴ്ച എന്താ പറയുക, പിറ്റേ ദിവസം വന്നിട്ട് പരിപാടി നടക്കൂല, ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ പിറ്റത്തെ അടുത്ത ഞായറാഴ്ച, ഒരാഴ്ച ഗ്യാപ്പിൽ അടുത്ത ഞായറാഴ്ച നമ്മൾ ലളിത മഹലിൽ വെച്ചിട്ട് പിന്നെ റിസപ്ഷനും തീരുമാനിച്ചിട്ടുണ്ട്. അന്നേ ദിവസം വേറെ ആരും ഒരു പരിപാടി ഒന്നും വെക്കരുത്, അതിന് വേണ്ടി മുൻകൂട്ടി പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരിട്ട് പറയും. നമ്മളെ ഫാമിലി ഉപ്പാൻ്റെ സൈഡിലുള്ളത് ഉപ്പച്ചി പറഞ്ഞിട്ട് ഉപ്പച്ചിക്ക് അർജൻറ്റ് കോള് വന്നുകൊണ്ട് ഉപ്പച്ചി പോയി. അപ്പോൾ ഉമ്മാൻ്റെ സൈഡിലുള്ളത് ഉമ്മ ഇപ്പോൾ പറയുന്നതായിരിക്കും. പറഞ്ഞോളൂ. അതായത് ഉമ്മാൻ്റെ കുടുംബത്തിലുള്ള ഫാമിലി ഗ്രൂപ്പിൽ. ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പർമാരും അറിയാൻ വേണ്ടിയിട്ടാണ്. ആരിസ് നമ്മോടിക്ക് എതിരില്ല അല്ലേ? ആരിസ്, നസീമ, റോസിയ, ഷാഹിദ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്. കുഞ്ഞാവാൻ്റെ കല്യാണം ഏകദേശം തീരുമാനിച്ച് വെച്ചിട്ട്, നിശ്ചയമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. കാരണം അവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിശ്ചയം കഴിച്ചിട്ടില്ല. അപ്പോൾ ജൂലൈ 28 തൃശ്ശൂർ വെച്ചിട്ട് നിക്കാഹ്, പിന്നെ ഓഗസ്റ്റ് 4 ഇവിടെ ലളിതമഹലിൽ വെച്ചിട്ട് റിസപ്ഷനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അന്ന് ഈ 2 ഡേറ്റും ആരും ഒരു പരിപാടി വെക്കരുത്. അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. നിശ്ചയിച്ച് ആരും നമ്മൾ കഴിക്കുന്നില്ലല്ലോ, ആരും വിളിച്ച് കഴിക്കുന്നില്ല. അതുകൊണ്ട് ആരും ഡേറ്റിന് ഒരു പരിപാടി വെക്കരുത്.
എല്ലാവരും അറിയുന്നവര്. മമ്മൂട്ടിക്കാനോട് ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് വേറെ. അസ്സലാമു അലൈക്കും. പറഞ്ഞേ എത്ര ആളുണ്ട് മെമ്പേഴ്സ്? കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമില്ല. മെമ്പേഴ്സ് എത്ര ആളുണ്ട് ഇതിലാ? ഇതില് ഇയ്യല്ലേ? ഞാനും ഉണ്ടോ? ഇയ്യുണ്ട്. തൻ്റെ വന്നിട്ടുണ്ടാവില്ല ഇപ്പൊ അത്. ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുക്കല്ലേ. എൻ്റെ എന്നാലും എത്ര ആളുണ്ട്? അതില് ഞങ്ങൾ 8 മക്കള്. 8 മക്കളും പേരക്കുട്ടികളും ഭാര്യമാരും എല്ലാരും കൂടി. എല്ലാവരും ഉണ്ട്. ഇപ്പൊ എല്ലാരും അറിയോ? അമ്മാന്റെ കുടുംബക്കാർ ഒരു വിധം അറിയോ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ? അമ്മ ഞങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ മക്കളെല്ലാം എല്ലാവരും പറഞ്ഞു. മമ്മൂടിക്കല്ല, അതിലെല്ലാം മമ്മൂടിക്കാൻ്റെ പെണ്ണുങ്ങളുണ്ട്. മമ്മൂടിക്ക് വാട്സപ്പ് ഇല്ലേ? മമ്മൂടിക്ക് അതിൽ വാട്സപ്പ് തരില്ല. ഒരു ഗ്രൂപ്പിലില്ല. അങ്ങനെ ആയിരിക്കണം. ഓനൊരു ഗ്രൂപ്പിലില്ല. പക്ഷെ ഓന്റെ പെണ്ണുങ്ങളാണ് ഇത് അഡ്മിൻ ഇതുണ്ടാക്കിയ ഗ്രൂപ്പ്. പക്ഷെ ഓന് ഗ്രൂപ്പിലില്ല. നല്ല കാര്യം. ഇതൊക്കെ വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ. അതെന്നാ ഉമ്മാന്റെ കുടുംബത്തിലും പറഞ്ഞു, ഉപ്പച്ചിന്റെ കുടുംബത്തിലും പറഞ്ഞു. ആരെയും റിപ്ലൈ തന്നാ? ഇനി തരുമോ നോക്കാം. തന്നോ? കൃത്യമാണോ? അപ്പൊ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ എൻ്റെ കല്യാണം ക്ഷണിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കല്യാണ ഡേറ്റൊക്കെ നിങ്ങൾ അറിഞ്ഞ് ജൂലൈ 28. ഈ വീഡിയോ എടുത്തു വെച്ചത് നോമ്പിനാണ്. ഇപ്പോൾ ഏകദേശം 2 മാസമായില്ലേ? നോമ്പിൻ്റെ ടൈമിൽ ഞങ്ങൾ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോൾ 2 മാസമായി. ഇനി 2 മാസം തികച്ചില്ല കല്യാണത്തിന്. അപ്പം അപ്പം അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് ഇടുന്നത്. ഞാൻ കുറേ ദിവസങ്ങളായി എടുത്തു വെച്ചിട്ട്. അതുപോലെ കല്യാണ കത്തിൻ്റെ വീഡിയോ ഉണ്ട്, ശിങ്കുവിൻ്റെ വീട്ടിലത്തെ. അതും അടുത്ത ദിവസങ്ങളിടാം. അപ്പം കൂടുതൽ ഇപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. വീട്ടിൽ പെയിന്റ് പണി കഴിഞ്ഞ്, ഓരോ പരിപാടി കഴിഞ്ഞ്, മൈക്ക് പെയിന്റ് പണി കഴിഞ്ഞിട്ടില്ല. അതാ ഒരുവിധം എല്ലാ പെയിന്റ് പണിയും ഇതാ ഇപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയായി. ഫുൾ ഹോം ടൂർ പെയിന്റ് പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്, ജൂൺ 4. ഓക്കെ. അപ്പോൾ തലേന്ന് രാത്രിയാണ്. നാളെ ഇപ്പോൾ ടിവിന് മുന്നിലിരിക്കും. ഞാൻ ഈ വീഡിയോ ഇട്ട കാണും ആരെങ്കിലും? അത് കണ്ടു മടുക്കുമ്പോളാ ഇത് അവിടെ തളർച്ചയാവും. ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്റെ പാർട്ടി വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കൂട്ടിട്ട് ഞാൻ പോകും, എന്റെ പണിക്ക് പോകും. പിന്നെ ലാസ്റ്റ് ഫൈനലേ കാണുള്ളൂ. എന്റെ പാർട്ടി എന്തായാലും തോക്കുന്നാണ് പറയുന്നത്. എന്റെ പാർട്ടിക്ക് വിജയം ഉണ്ടാവും. BJP തോക്കുന്നാണല്ലോ കാണിക്കുന്നത്. അവിടെ തോൽക്കൊന്നുമില്ല. മൊത്തത്തില് നമ്മുടെ പാർട്ടിക്ക് വിജയം ഉണ്ടാവും. ഇപ്പച്ചി മൊത്തത്തിൽ ഇപ്പച്ചിന്റെ പാർട്ടി BJP ആണ്. മൊത്തത്തില് വിജയമല്ലേ? അപ്പൊ കല്യാണത്തിന്റെ കേസ് പിന്നെ എല്ലാരെയും ഒന്നുകൂടി കല്യാണത്തിനൊക്കെ എല്ലാരും ക്ഷണിക്കുന്നില്ല നമ്മള്? യൂട്യൂബിലുള്ള എല്ലാരും ക്ഷണിക്കണം വിചാരിക്കുന്നത്. ഇവരൊക്കെ വെറുതെ പറയാണോ സീരിയസ് ആയിട്ട് പറയാണോ എന്നുള്ളൊരു ഇത് കിട്ടണില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ഡൗട്ട്, ഇവര് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. മൈക്ക് 500 ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകുതി ഉദ്ദേശിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വരുന്ന 1000 ഉണ്ടെങ്കിൽ 500. ഓക്കെ. 1000 ആള് വരികയാണെങ്കിൽ നമ്മളിപ്പോ കുടുംബക്കാരൊക്കെ കൂടി എഴുതി വെച്ചത് 2000 പേരല്ലേ? ഇനിയിപ്പോ അതിന് പുറമെ നിങ്ങൾ കൂടി ആരൊക്കെ വരുന്ന കൂടി അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ഏകദേശം ഫുഡിനെ ഏൽപ്പിക്കണല്ലോ. അതാണല്ലോ മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ കഴിഞ്ഞ അവിടെ ഇറങ്ങണം. കല്യാണ ഡ്രസ്സ്, പിന്നെ ഷിങ്കുവിനുള്ള ഡ്രസ്സ്. കല്യാണത്തിന് ഇതാ ക്ഷണാണ്. ജൂലൈ 28 പെണ്ണിന്റെ നിക്കാഹിന്റെ അവിടെ നിങ്ങൾക്ക് വരാം. അതുപോലെ ആഗസ്റ്റ് 4 കൽപ്പറ്റ വെച്ചിട്ടാണ്. അതൊക്കെ നമ്മള് നാളെ മറ്റന്നാളായിട്ട് വീഡിയോയില് കറക്റ്റ് സ്പോട്ടൊക്കെ പറയാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ തന്നെ ഇങ്ങനെ ആൾക്കാർക്ക് മറന്നുപോലെ ഇഷ്ടംപോലെ ഡേറ്റ് ഉണ്ടല്ലോ. അടുത്ത മാസം ഫസ്റ്റ് മുതൽ വിളി തുടങ്ങാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പെരുന്നാൾ കഴിഞ്ഞിട്ട് ഡ്രസ് എടുക്കണം. വയനാട് കാണാൻ ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ വരും. വയനാട് കാണാനും എന്റെ കല്യാണം കൂടി പിന്നെ സന്തോഷമായി കൂടി ഒരു ബിരിയാണി എല്ലാം കഴിച്ച് നിങ്ങൾക്ക് ഇവിടെ കറങ്ങും ചെയ്യാം. അങ്ങനെ താല്പര്യമുള്ള മഴക്കാലാണ്. എല്ലാരും പിന്നെ അതോർക്ക് പിന്നെ മഴയൊന്നുമില്ല അതൊക്കെ. പിന്നെ എനിക്ക് കൊറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാരും വരിട്ടോ. ഇന്റെ കാര്യം ഞാൻ തന്നെ പറയണ്ട, എല്ലാരും നല്ല ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരിട്ടോ. എന്ത് ഗിഫ്റ്റ്? പിന്നെ ചെറുതൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് 1,500 പവന്റെ
മോതിരം, എന്നാ പിന്നെ ആരും വരും തന്നെ 1 പവന്റെ മോതിരം. ആൾക്കാർ പ്രതീക്ഷിക്കണ്ട. ഇതിപ്പോ എല്ലാരും പറയല് ഓ ഞങ്ങള് വരുന്നതിനാണ് ഓനങ്ങനെ പറയുന്നത്. ഇത് അങ്ങനല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ആർക്കും ആരെങ്കിലും ആരെങ്കിലും മോതിരം ഇടോ പട്ട? എനിക്ക് ഞാൻ ചോദിക്കട്ടെ, 1/2 പവന് എത്ര റുപ്യാണ്? ഒരു 25,000 രൂപ ഉണ്ടാവും. അതന്നെ പറഞ്ഞത്. എന്റെ കല്യാണത്തിന് ഒരു കൂട്ടികൾ വരില്ല. ഇതെന്തറിയോ, കല്യാണം കഴിഞ്ഞ കൊറേ ചെലവുണ്ടാവല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കിട്ടുമ്പോ വിറ്റിട്ട് പൈസ ആക്കാല്ലേ. ഈ ഇടം പോകുമ്പോ ചെറുപ്പം മോതിരൊക്കെ ആയിട്ട് പോക്ക്. ശരിയാ, മോതിരം വേണ്ട ഗൈസ്, കോയിൻസ് മതി. മോതിരാകുമ്പോ എന്താ അറിയോ, ആൾക്കാർക്ക് ആ പണിക്കൂലി കൂടി കൊടുക്കണം. ഈ ആർക്കൊക്കെ ഈ കോയിൻ കൊടുത്തിട്ട്? ഞാൻ ആർക്കും കോയിനൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളെ കോയിനും പിന്നെ മായനൊന്നും കൊണ്ടുണ്ട് കേട്ടോ, നിങ്ങൾ വന്നാ മതി. എല്ലാരും വരിട്ടോ, ഇതൊക്കെ തമാശ പറയാ. തമാശ അറിയോലെ. അത് ശരിയാണ്. അപ്പൊ എല്ലാരും സന്തോഷത്തോടെ വരിക, ഗിഫ്റ്റ് ഒന്നും ആരും കൊണ്ടുണ്ട്. ഗിഫ്റ്റ് ഒന്നും വേണ്ട, എല്ലാരും വരണം. നിങ്ങൾ വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. അതന്നെ അതാണ് നമ്മളെ പരിപാടിക്ക്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഒരു കമന്റ് വായിച്ചു, പിന്നെ പല യൂട്യൂബേഴ്സും പരിപാടിക്ക് വിളിക്കലില്ലാന്ന്, ഇങ്ങനെ ആരും അറിയാതെ നടത്തലാണ്. നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാരും നമുക്ക് സന്തോഷം കേട്ടോ വരുന്നത്. എല്ലാരും വരുന്നതാണ് നമുക്കൊരു സന്തോഷം. നമുക്ക് ഇങ്ങനെ ഈ പറയല്ലാതെ നമുക്ക് എല്ലാണ്ട് വിളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാരും വരുമ്പോ നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ യൂട്യൂബിലുള്ള എല്ലാരും നമ്മളെ ഫാമിലി, ബിഗ് ഫാമിലി വന്നോട്ടെ. അങ്ങനൊന്നും കുഴപ്പമില്ല. തലേന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടാ പരിപാടി ഇവിടെ വെച്ചിട്ടാണ്. തലേന്നും വരാം, പിറ്റേദിവസം വരാം, അതൊന്നും നമുക്കൊരു വിഷയമല്ല. അതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും നമ്മളെ വീട്ടിൽ ഇങ്ങോട്ടൊക്കെ വരട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. അങ്ങനെ എല്ലാം നമ്മളെന്തായാലും വിശദമായിട്ട് എല്ലാരും ഒരു കല്യാണം അടുപ്പിച്ച് വിളിക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതിപ്പോ വീഡിയോ കാണുന്നത് 20,000-10,000 പേരാണ്. അത്രയുള്ള ആൾക്കാരുടെ അടുത്തുനിന്നല്ലോ. അത് കുറച്ചുകൂടി. അപ്പം ഇത് നമ്മളെ ഈ 20,000-10,000 എന്ന് പറയുമ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഡെയിലി നല്ല നല്ല കമന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരേ ആയിരിക്കും വരികയായിരിക്കും. എന്റെ മെഞ്ഞാന്ത ബ്ലോഗ് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഉമ്മ സ്വന്തമായിട്ട് എടുത്തല്ലേ. ഇന്നലെ ഉമ്മ സ്വന്തമായിട്ട് എടുത്തില്ല, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ വരാതിരുന്നത്. ഇന്നലെ പിന്നെ ഒന്നാമത് എനിക്ക് സുഖല്ലേനു, ഒരു ഇതില്ല. അപ്പൊ ഇന്ന് ഒരു ഡോക്ടറെ കാണിച്ചു വന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ കല്യാണം ഉറപ്പിച്ചു. അപ്പൊ ബാക്കി വിശേഷങ്ങള് നമുക്കിങ്ങനെ ഡോക്ടറെ കാണിച്ചാൽ മതി, മരുന്ന് കഴിക്കണമെന്നില്ല. കാണിച്ചാൽ തന്നെ പകുതി അസുഖം മാറും. എവിടെ കഴിക്കണ്? അതിനൊരു കൊല്ലം ഉണ്ടാവും അവിടെ, നോക്കിക്കോ. നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും സൂപ്പർ സ്റ്റാറിന്റെ കല്യാണത്തിലോട്ട് സ്വാഗതം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഡേറ്റ് ഒക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കുഞ്ഞാവന്റെ സൂപ്പർ സ്റ്റാർ. ഓക്കെ, അപ്പം ബൈ.